ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്. അപ്പോൾ നമ്മുടെ ഗ്രാമർ ക്ലാസ്സിൻ്റെ നെക്സ്റ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബേസിക് മുതലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ ചെയ്യാറുണ്ട്, അതുപോലെ പറയാറുണ്ട്, ചെയ്യാറുണ്ടോ, ചെയ്യാറില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾ കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുകയാണ്, പോവുകയാണ്, വരികയാണ്, നീ വീട്ടിലാണോ, നീ ഓഫീസിലാണോ, ഇങ്ങനെയൊക്കെ പറയാൻ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ നമ്മൾ എന്ത് പഠിച്ചു? എനിക്കുണ്ട് അല്ലേ, ഒരു കാര്യം അല്ലെങ്കിൽ ഒരു വസ്തു എനിക്കുണ്ട്, അല്ലെങ്കിൽ എനിക്കതുണ്ട്, ഇതുണ്ട്, ഉണ്ടോ എന്നൊക്കെ ചോദിക്കാനായിട്ടും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതായത് ടെൻസസിലൂടെ നമ്മൾ സംസാരിക്കാനായിട്ടുള്ള പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നർത്ഥം. അപ്പോൾ ഇനി നമ്മൾ ചോദിക്കുന്നത്, നമ്മളിപ്പോൾ മലയാളത്തിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് ഇപ്പം ഡു യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നിനക്കുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഡു യു ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്കുണ്ടോ എന്ന് ചോദിക്കാനാണ് എന്നുള്ളത് നിങ്ങളങ്ങോട്ട് ബൈ ഹാർട്ടാക്കി വെക്കുക. ഓക്കെ. അതുപോലെ ഡസ് ഷീ ഹാവ്, അവൾക്കുണ്ടോ, അങ്ങനെയാണ് നമ്മൾ സിംഗുലറിൻ്റെ കൂടെ ഡസ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ്, സിംഗുലർ സബ്ജക്റ്റ് ഏതാണെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തതിന് ശേഷമാണ് നമ്മുടെ ഹാവ് യൂസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യനിൽ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യം ബൈ ഹാർട്ടാക്കി വെക്കുക ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ ഒരു കാര്യം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, നിനക്കറിയുമോ എന്ന് ചോദിക്കാറുണ്ട് അല്ലേ. നിനക്കറിയുമോ, ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മളിങ്ങനെ ചോദിക്കാറുണ്ട്, നിനക്ക് എന്നെ അറിയുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ. നിനക്ക് അവളുടെ വീട് അറിയുമോ, നിനക്ക് അവൻ്റെ കുട്ടിയെ അറിയുമോ, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിനക്കറിയുമോ എന്ന് ചോദിക്കാറുണ്ട് മലയാളത്തിൽ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഇംഗ്ലീഷ് വേർഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു യു നോ. ഈ ഡു യു നോ എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞ പോലെ ബൈ ഹാർട്ടാക്കുക. ഡു യു ഹാവ്, ഡു യു നോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ സംസാരത്തിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. അപ്പം ഡു യു നോ, നിനക്ക് അറിയുമോ. ഇനി അത് സിംഗുലറിലോട്ട് വരികയാണെങ്കിൽ ഡസ് ഷീ നോ, അല്ലെങ്കിൽ ഡസ് മീര നോ, മീരക്ക് അറിയുമോ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പം നമുക്ക് അത് വെച്ചുകൊണ്ട് കുറച്ച് സെൻറ്റൻസുകൾ നോക്കാം. ഫോർ എക്സാമ്പിൾ, നിനക്ക് എന്നെ അറിയുമോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയുമോ. ഇതെങ്ങനെയാണ് ചോദിക്കുക? സിമ്പിളായിട്ട് നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും. എങ്ങനെയാണ് ചോദിക്കുക? നിനക്ക് എന്നെ അറിയുമോ എന്നാണ്. ഇവിടെ നിനക്ക് അറിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാം ഡു യു നോ എന്നാണ്. അപ്പം എന്നെ എന്നുള്ളത് മീ എന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ഡു യു നോ മീ, നിനക്ക് എന്നെ അറിയുമോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ അറിയുമോ, ഡു യു നോ മീ. ക്ലിയർ? നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ ചോദിക്കുകയാണ്, നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ, നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ എന്ന് നമ്മളിപ്പോൾ ഒരു കുട്ടിയോട് ചോദിക്കണം, അല്ലെങ്കിൽ നമുക്ക് വേറെ ആരോടെങ്കിലും നമുക്ക് ചോദിക്കണം, നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ. എങ്ങനെയാണ് ചോദിക്കുക? ഡു യു നോ ഇംഗ്ലീഷ്, ഡു യു നോ ഇംഗ്ലീഷ്, നിനക്ക് ഇംഗ്ലീഷ് അറിയുമോ. ഇനി നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമോ എന്നെങ്ങനെ ചോദിക്കുക? നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമോ എന്നെങ്ങനെ ചോദിക്കുക? അവിടെ നമുക്ക് വേറെ രീതിയിലും പറയാം കേട്ടോ. ഇപ്പം വായിക്കാൻ കഴിയുമോ എന്നൊക്കെയാണെങ്കിൽ ക്യാനൊക്കെ യൂസ് ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കും. പക്ഷേ നമ്മളിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് ഡു യു നോ എന്നാണ്. സോ ഡു യു നോ റീഡ് ഇംഗ്ലീഷ്, ഡു യു നോ റീഡ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം അങ്ങനെ വേണമെങ്കിലും നമുക്ക് ചോദിക്കാം, അല്ലെങ്കിൽ ക്യാൻ യൂസ് ചെയ്തുകൊണ്ടൊക്കെ ചോദിക്കാറുണ്ട്. അത് നമുക്ക് പിന്നീട് പഠിക്കാം. ഓക്കെ. അപ്പോൾ ഡു യു എന്നുള്ളത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ. എന്തൊരു കാര്യം നിനക്കറിയുമോ എന്ന് ചോദിക്കണമെങ്കിലും ഡു യു നോ എന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് അതങ്ങോട്ട് പറയാം കേട്ടോ. നമ്മൾ സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ നമ്മൾ ചോദിക്കാറുണ്ട്, അവൾക്ക് നിന്നെ അറിയുമോ, അവൾക്ക് നിന്നെ അറിയുമോ. ഇതെങ്ങനെ ചോദിക്കാം? അവൾ എന്നുള്ള സബ്ജക്റ്റ് ആകുമ്പോൾ നമുക്കറിയാം ഡസ് ആണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അല്ലേ. അവൾക്ക് നിന്നെ അറിയുമോ എന്നാണ്. അപ്പം ഡസ് ആണ്. ഡസ് ഷീ നോ, ഡസ് ഷീ നോ അറിയാലോ. ഡസ് ഷീ നോ, അവൾക്ക് അറിയുമോ. ആര്? നിന്നെ എന്നാണ്. അപ്പം ഡസ് ഷീ നോ യു, യു എന്നാണ് വരിക. നിന്നെ അറിയുമോ എന്നാണ്. അപ്പം ഡസ് ഷീ നോ യു, ഡസ് ഷീ നോ യു, അവൾക്ക് നിന്നെ അറിയുമോ. ക്ലിയർ ആയോ? നെക്സ്റ്റ്, ഇപ്പം നമ്മൾ ആരെങ്കിലും അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ഒരു അറിയാത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ആ സമയത്ത് ഇപ്പം നമ്മൾ ചോദിക്കാറുണ്ട്, നമ്മളിപ്പോൾ അവൾക്ക് വഴിയൊന്നും ശരിക്കും അറിയില്ല. അപ്പം നമ്മളിങ്ങനെ പറയാറുണ്ട്, അവൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയുമോ,
അവൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയുമോ? ഇങ്ങനെ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ അല്ലേ. അവൾക്ക് അങ്ങോട്ടുള്ള വഴി അറിയുമോ എന്ന് നമ്മൾ ചോദിക്കുകയാണ്. അപ്പം അവൾക്ക് അറിയുമോ എന്ന് തന്നെയാണ്. അപ്പോഴും എന്താ പറയുക, ഡസ് ഷീ നോ അല്ലെ. ഡസ് ഷീ നോ, അവൾക്ക് എന്താ അറിയുമോ ചോദിച്ചത് വഴി. അപ്പോൾ ഡസ് ഷീ നോ ദ വേ. വേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴി എന്നാണ്. അപ്പം ഡസ് ഷീ നോ ദ വേ ദേർ, അങ്ങോട്ടുള്ള എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ദേർ, അല്ലെങ്കിൽ അവിടേക്കുള്ള. ദേർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അല്ലെങ്കിൽ അങ്ങോട്ട് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഡസ് ഷീ നോ, അവൾക്ക് അറിയുമോ, ദ വേ ദേർ, അങ്ങോട്ടുള്ള വഴി അറിയുമോ. ഇതൊക്കെ നമ്മൾ മലയാള സെന്റൻസുകളിൽ പറയാറുള്ളതാണ് അല്ലേ. നമ്മുടെ ഫോണ് കാണുന്നില്ല, അപ്പോൾ നമുക്കത് ഓർമ്മയില്ല. നമ്മൾ വീട്ടിലുള്ള വേറെ ആരോടെങ്കിലും നമ്മൾ ചോദിക്കാറുണ്ട്, എൻ്റെ ഫോൺ എവിടെ വെച്ചെന്ന് അറിയുമോ, എൻ്റെ ഫോൺ എവിടെ വെച്ചെന്ന് നിനക്കറിയുമോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. എൻ്റെ ഫോൺ എവിടെ വെച്ചെന്ന് നിനക്കറിയുമോ എന്നുള്ളത് നമ്മൾ വീട്ടിലുള്ള ഒരാളോട് ചോദിക്കുകയാണ്. ഇതെങ്ങനെയാണ് ചോദിക്കുക? അപ്പോൾ ഇവിടെ ചോദിക്കുന്നത് നിനക്കറിയുമോ എന്നാണ് അല്ലേ. അപ്പോൾ ഡു യു നോ എന്ന് തന്നെയാണ്. ഡു യു നോ, നിനക്കറിയുമോ. ഡു യു നോ, പിന്നെ എവിടെ വെച്ചതെന്ന് എന്നാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ആണല്ലോ. Where my phone, where my phone is, where my phone is, എൻ്റെ ഫോൺ എവിടെ വെച്ചതെന്ന് നിനക്കറിയുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇതും നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. ഡു യു നോ വേർ മൈ ഫോൺ ഈസ്, എൻ്റെ ഫോൺ എവിടെ വെച്ചതെന്ന് നിനക്കറിയുമോ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഇപ്പോൾ ഒരാളെ ഫോൺ നമ്പർ നമുക്കറിയില്ല, നമ്മൾ വേറൊരാളോട് ചോദിക്കാറുണ്ട്, നിനക്ക് മീരയുടെ ഫോൺ നമ്പർ അറിയുമോ, അല്ലെങ്കിൽ അൻവറിൻ്റെ ഫോൺ നമ്പർ അറിയുമോ, അല്ലെങ്കിൽ അനുവിൻ്റെ ഫോൺ നമ്പർ അറിയുമോ. ഇങ്ങനെ പല നെയിം വെച്ചിട്ട് നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ. നിനക്ക് മീരയുടെ ഫോൺ നമ്പർ അറിയുമോ. അപ്പം ഇങ്ങനെ പറയാം, നിനക്ക് മീരയുടെ ഫോൺ നമ്പർ അറിയുമോ. സിമ്പിളായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും അല്ലേ. നിനക്കറിയുമോ, ഡു യു നോ എന്നാണ്. മീരയുടെ എന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന് വേണ്ടിയിട്ട് നമ്മൾ മീരാസ് എന്ന് പറയണം. മീര എന്ന് പറഞ്ഞതിന് ശേഷം ഒരു പോസ്റ്റോഫീസ് എസ് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം മീരയുടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പം ഡു യു നോ മീരാസ് ഫോൺ നമ്പർ, ഡു യു നോ മീരാസ് ഫോൺ നമ്പർ, നിനക്ക് മീരയുടെ ഫോൺ നമ്പർ അറിയുമോ. സിമ്പിൾ അല്ലേ. അപ്പോൾ ഇതുപോലെയാണ് നമുക്കൊരാളോട് പ്ലൂറലാണെങ്കിൽ ഡു യു നോ എന്ന് നമ്മൾ പറയും. അതല്ല സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെ, എന്താണ് പ്ലൂറൽ എന്താണ് സിംഗുലർ എന്നൊക്കെ അറിയില്ലേ. സിംഗുലർ സബ്ജക്റ്റിൻ്റെ കൂടെയാണ് നിനക്കറിയുമോ എന്ന് ചോദിക്കേണ്ടതെങ്കിൽ ഡസ് സബ്ജക്റ്റ് നോ. ഓക്കെ, ഡസ് സബ്ജക്റ്റ് നോ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആവാം, ഹി ആവാം, ഇറ്റ് ആവാം, അല്ലെങ്കിൽ ഒരാളുടെ നെയിം ആവാം. അപ്പം എന്താണെന്ന് നമുക്കറിയില്ല. അപ്പം എന്ത് തന്നെ ആയാലും ഡസ് യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ സബ്ജക്റ്റ് യൂസ് ചെയ്യുക, അതിനുശേഷം നോ യൂസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് എന്താണ് അറിയേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആഡ് ചെയ്ത് കൊടുക്കുക. ക്ലിയർ ആയോ? അത് പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ഡു യൂസ് ചെയ്യുക, അതിനുശേഷം സബ്ജക്റ്റ് യു, ദേ, വി, അതുപോലെ നെയിം, ഒന്നിൽ കൂടുതൽ നെയിമുകൾ, ഇതൊക്കെയാണെങ്കിൽ ആദ്യം നമ്മൾ ഡു യൂസ് ചെയ്തതിന് ശേഷം നമ്മുടെ ഈ സബ്ജക്റ്റുകൾ യൂസ് ചെയ്യുക. അതിനുശേഷം നോ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്താണോ പറയാനുള്ളത് അതങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗം ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. ഇനി ഇതിൻ്റെ നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ, ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, ഇത് നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള അല്ലേ. എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ അറിയില്ല. എനിക്കറിയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ അറിയില്ല, നമ്മളെപ്പോഴും യൂസ് ചെയ്യാറുള്ള ഒരു എക്സാമ്പിളാണ്. എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ അറിയില്ല എന്നാണ്. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ. ഓക്കെ, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നിൻ്റെ ഫോൺ നമ്പർ എന്ന് പറയുമ്പം യുവർ ഫോൺ നമ്പർ. ഓക്കെ, എനിക്ക് നിൻ്റെ ഫോൺ നമ്പർ അറിയില്ല, ഐ ഡോണ്ട് നോ യുവർ ഫോൺ നമ്പർ. ഓക്കെ, ഇനി പറയാണ് അവൾക്ക് എൻ്റെ വീട് അറിയില്ല, അവൾക്ക് എൻ്റെ വീട് അറിയില്ല. അപ്പോൾ എനിക്കറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ഇനി അവൾക്ക് എൻ്റെ വീട് അറിയില്ല. ഇത് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ടല്ലോ. എങ്ങനെ പറയാ? അവൾക്കാണ് അറിയില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഷീ ഡസിൻറ്റ്, അതായത് ഡസ് നോട്ട്. ഓക്കെ, അതൊക്കെ നമുക്കറിയാം അല്ലേ. മുമ്പത്തെ വീഡിയോസ് കാണുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് നമ്മളിതൊക്കെ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ,
അവൾക്ക് എൻ്റെ വീട് അറിയില്ല എന്നാണല്ലോ. അപ്പം ഷീ ഡസിൻ നോ, ഷീ ഡസ് നോട്ട് നോ. ഓക്കെ, അപ്പം അതിന് ഷോർട്ടാക്കുമ്പോൾ ഷീ ഡസിൻ നോ മൈ ഹൗസ്, എൻ്റെ വീടാണ്. അപ്പം ഷീ ഡസിൻ നോ മൈ ഹൗസ്, അവൾക്ക് എൻ്റെ വീട് അറിയില്ല. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു സിമ്പിളായിട്ടുള്ള വീഡിയോ ആണ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സെൻറ്റൻസുകളാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ അഭിപ്രായം മസ്റ്റായിട്ടും കമൻറ്റിൽ അറിയിക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊക്കെ പറയാം. പിന്നെ ഇതുപോലെയുള്ള 2 സെൻറ്റൻസുകൾ അറിയാമെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ കൂട്ടുകാർ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും ഓൾ ഓപ്ഷനും ക്ലിക്ക് ചെയ്താൽ മാത്രമേ നിങ്ങളുടെ ഫോണിലേക്ക് ഈ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് വരികയുള്ളൂ കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസ് കാണുന്നതിനിടയിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യുക. അതുപോലെ ഈ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുക. കാണാൻ ആഗ്രഹിക്കുന്ന ആളുകളിലേക്ക്, അതായത് ഇംഗ്ലീഷൊക്കെ പഠിക്കാൻ താല്പര്യമുള്ള, സാധാരണ രീതിയിൽ പഠിക്കാൻ താല്പര്യമുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ ശരി, താങ്ക് യു സോ മച്ച്.